ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു. ചെല്ലു. യെസ്, ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഹിയർ. അതെ, ശരിയാണ്. തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. യെസ്, ഇരിക്കൂ. എന്താണ്? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കുകയില്ല. സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല. ഫോണിൽ പറഞ്ഞതോ? അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്. അപ്പോ എനിക്ക് നീതി കിട്ടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും. ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാർ അയാൾക്ക് കൂട്ടു നിൽക്കൂ? ആരാണ് നിങ്ങൾ? ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ? ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? സാർ, വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇവിടെ നീതിക്ക് വന്നേക്കുന്നു. വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ. ആര് പറഞ്ഞു? ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്. നോ, പണിക്കരൻ സുഹൃത്താണ്. ചായ ഷാപ്പിൽ തല്ലുണ്ടാക്കിയാൻ. ഓഹോ, ഇവനാണോ? അയ്യോ, ഞാനല്ല സാറ്. അയ്യോ, I am very strict. അപ്പൊ വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്? അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം. പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അയ്യോ സാർ. ഗെറ്റ് ഔട്ട്. എന്തിനാണ് സാർ സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ? വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സാർ? അത് സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല. ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കൂ കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും. ഉറപ്പാണോ സാർ? എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ. താങ്ക് യു സാർ. നിൽക്കൂ. പോയിക്കോളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാര് പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ.
നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരും നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, ആ നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മോന്തെങ്കിൽ തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് സത്യവും നീതിയും. ഒന്നോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ, നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു വേണോടാ. നീ അല്പനാണ്. നീ ശപ്പനാണ്. പോടാ. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. മീര, നല്ല പേര്. വാടകക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ഒരു സൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കേസില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ ആവശ്യം എന്താ? ഞാൻ മുഴുവൻ പറയട്ടെ സാറേ. ആ പറയൂ. ഈ പറയുന്ന 9 കൊല്ലം വേണ്ട, ഈ കാലം അത്രയും ഹൗസ് ഓണർ, അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത്. ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന ഈ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥനായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചു കൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഇങ്ങനെ ഒരു അപേക്ഷ, അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ, നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഹൗസ് ഓണർ താമസിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലല്ലോ. ഹൗസ് ഓണർ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ. അത് വാടകക്കാര് സമ്മതിക്കണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയൊക്കെ അറിയാവുന്നത് എനിക്ക് പിന്നെ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ലെന്നേ, ഇഞ്ചക്ഷൻ അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും. ആ, അത് വിജയിച്ചാൽ പിന്നെ കേസും കോടതിയൊന്നും വേണ്ടി വരില്ലല്ലോ. എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാൽ മതിയല്ലോ. അല്ല വക്കീലേ, അതിലൊരു പ്രശ്നമുണ്ട്. അതിക്രമിച്ചു കിടന്നവൻ ഞാനാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ എന്നെ ലോക്കപ്പിലാക്കാം. ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഒന്ന് ഇറക്കി തന്നാ മതി. അമ്പാടാ മിടുക്ക, തന്നെ പോലുള്ള ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായിന്ന് വരില്ല. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ തെളിവില്ലേ? എന്ത് തെളിവ്? വാടക മണി ഓർഡറായി അയച്ചതിന്റെ രസീത് കാണുമല്ലോ. ആ രസീത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അത് വാടക തന്നതല്ല, അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കോടതി പറയും. എണീക്കടോ, എണീക്കടോ, എണീക്കാൻ. തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലന്മാരുടെ കഞ്ഞൂടി മുട്ടും. അല്ല വക്കീലെ, എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും. ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം. ഇതിനൊക്കെ വക്കീലിന്റെ BABL ഡിഗ്രി എനിക്ക് വേണ്ടി വരും. ഓഹോ, അത് ശരി. ഡിഗ്രി മാത്രം, എന്നെ വേണ്ട. എല്ലാം കോടതി വരാന്തേന്ന് പഠിച്ചാണ് സാർ. ഏയ് വേണ്ട വേണ്ട വേണ്ട, എന്റെ നിയമോപദേശം എനിക്ക് വേണ്ടി വന്നില്ലല്ലോ. അയ്യോ, അത് പറ്റില്ല. ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ല എനിക്ക് ഉറക്കം വരില്ല. അത്ര നിർബന്ധമാണെങ്കിൽ അതിന്റെ അടിയിലേക്ക് വെച്ചേക്കാം. എന്നാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി അങ്ങ് താമസിക്കാൻ പോവാ. ശ്രമിച്ചു നോക്കൂ. ഓൾ ദ ബെസ്റ്റ്.